എന്തായാലും എല്ലാവർക്കും തത്സമയ ജനവിധിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ തത്സമയമായിട്ടുള്ള ജനവിധി റിപ്പോർട്ടാണ് ഇപ്പോൾ കിങ് ടി വിയിലൂടെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന അറിയാം. എന്തായാലും ഈ ഒരു മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 6 വാർഡുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതായത് 1, 2, 3, അതുപോലെ തന്നെ 26, 27, 28 ഇങ്ങനെയാണ് ആദ്യ റൗണ്ടിൽ എണ്ണി തീർക്കുന്ന വാർഡുകൾ. അതോടൊപ്പം തന്നെ ഈ വാർഡുകളിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു ഓരോ 6 വാർഡുകൾ മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും ഇപ്പോൾ ഒന്നാമത്തെ വാർഡ് മുതലുള്ള ഒരു ആളുകളുടെ തിരക്ക് തന്നെയാണ് ഇവിടെ ഈ ഒരു ക്രൗഡായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അത്രയും ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് വാശിയേറിയ ഒരു മത്സരം തന്നെ. ഇന്ന് വരെ കാണാത്ത മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വാശിയും വീറോടെ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. അതിനുശേഷമായിട്ട് മാത്രമാണ് ബാക്കി വോട്ടുകൾ എണ്ണുന്നത്. ഇപ്പോൾ എന്തായാലും ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും വരും അപ്ഡേഷനൊക്കെ ഇങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ആ 6 വാർഡുകളിൽ ആരൊക്കെ ജയിക്കും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാർഡ് 1, 2, 3, 26, 27, 28 ഇങ്ങനെ 6 വാർഡുകളാണ് ആദ്യ റൗണ്ടിൽ പൂർത്തീകരിക്കുന്നത്. ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ഇവിടെ ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് AV ഹൈസ്കൂളിൻ്റെ ഉള്ളിൽ. വരും കാഴ്ചകൾ നമുക്കിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കിങ് TV തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ആദ്യ റൗണ്ടിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വാർഡ് 1 LDF സ്ഥാനാർത്ഥി, ടൈറ്റ് മത്സരം നടക്കുന്ന വാർഡ് 1 LDF സ്ഥാനാർത്ഥി അബ്ദുൽ ഖാദർ 4 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. അബ്ദുൽ ഖാദർ 4 വോട്ടിന്. അബ്ദുൽ ഖാദർ വിജയിച്ചത് 4 വോട്ടിനാണ് വിജയിക്കുന്നത്. വളരെ ടൈറ്റായി മത്സരമുള്ളൊരു വാർഡായിരുന്നു ഒന്നാം വാർഡ്. അതേപോലെ രണ്ടാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ബൽക്കീസ് 90 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. രണ്ടാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി ബൽക്കീസ് 90 വോട്ടിന് വിജയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ടാണ് ഇത്. അതിന്റെ കറക്റ്റ് ആയിട്ടില്ല, പക്ഷേ ഇതാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി പത്മാവതി 27 വോട്ടിന് വിജയിച്ചിരിക്കുന്നത്. UDFന്റെ മൂന്നാം വാർഡിലുള്ള സ്ഥാനാർത്ഥി പത്മാവതി 27 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 29 എല്ലാവരും ഒറ്റുനോക്കുന്ന ഒരു വാർഡായിരുന്നു. നമ്മുടെ വൈസ് ചെയർമാൻ മത്സരിച്ച വാർഡ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി മത്സരിച്ചൊരു വാർഡായിരുന്നു. ആ വാർഡിൽ ഉണ്ണികൃഷ്ണൻ പൊന്നാനിയാണ് വിജയിച്ചിട്ടുള്ളത്. കറക്റ്റ് വോട്ട് കിട്ടിയിട്ടില്ല, എന്നാലും വിജയിച്ചതായിട്ട് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 29 വാർഡ് UDF സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 30 വാർഡ് LDFന്റെ സ്ഥാനാർത്ഥി രമാദേവിയാണ് വിജയിച്ചിട്ടുള്ളത്. 30 വാർഡിൽ LDF സ്ഥാനാർത്ഥി രമാദേവി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം BJP അക്കൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ 27 വാർഡിൽ BJP അക്കൗണ്ട് വന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. 126 വോട്ടിൽ പരമാണ് BJP കരസ്ഥമാക്കിയിട്ടുള്ളത്. ആരും പ്രതീക്ഷിക്കാത്തൊരു അട്ടിമറിയാണ് 27 വാർഡിൽ സംഭവിച്ചിട്ടുള്ളത്. 27 വാർഡിൽ BJP 126 വോട്ടിന് വിജയിച്ചിട്ടുണ്ട്. 28 വാർഡിൽ LDF സ്ഥാനാർത്ഥി റീന 54 വോട്ടിന് വിജയിച്ചിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടുന്നതാണ്. എല്ലാവരും ഒറ്റ നോക്കിയത് വാർഡായിരുന്നു. കാരണം നമ്മുടെ വൈസ് ചെയർമാൻ മത്സരിച്ച ഒരു വാർഡായിരുന്നു വാർഡ് 29. അതിൽ നമ്മുടെ വൈസ് ചെയർമാനായ ശ്രീ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അന്ന്? പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ വിജയിക്കുമെന്നുള്ള ഒരു ടൈറ്റ് മത്സരം ഉണ്ടായിരുന്നില്ല? പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ടൈറ്റ് മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു പുതിയ കഴിയുന്ന തരത്തിൽ സമുദായവും മതവും പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ചുള്ള ഒരു പോരാട്ടം എന്തായാലും ആ വാർഡിൽ ജനാധിപത്യ വിരുദ്ധമായ ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മുടെ BJP ഒരു പ്രതീക്ഷയാണ് ഘടകത്തിലെ പ്രതീക്ഷ ഈ സമയത്ത് ഈ ഒരു നിമിഷത്തിൽ ജനം അങ്ങനെ പൂർണ്ണമായി നിരാകരിക്കില്ല എന്ന വിശ്വാസം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ അടുത്ത് നമ്മുടെ തത്സമയം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചേരുന്നത് 2ാം വാർഡിൽ വിജയിച്ച MV ബൽക്കീസ് ആണ്. ഇപ്പം നമ്മുടെ സർവേ പ്രകാരം വിജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു. എങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു വിജയം? 100% എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ നാട്ടുകാരാണ്, ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല എന്നതൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. വാക്ക് പണ്ട് ഞാൻ ഒരു മാസം മുന്നേ വന്നപ്പോൾ ഈ ഒരു സന്തോഷം മുഖത്തുണ്ടായിരുന്നു, അതിപ്പോൾ അതുപോലെ തന്നെ ആണല്ലേ?
ഈ പ്രതീക്ഷയോ 90 വോട്ടോളം കിട്ടും, ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇതിലും കൂടുതലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ എന്താ, പക്ഷെ എന്നാലും ഒരു വോട്ടിനെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഈ അവസരത്തിൽ ആരോടാണ് നന്ദി പറയാനുള്ളത്? എൻ്റെ വാർഡിലെ എന്നെ സഹായിച്ച, എനിക്ക് വേണ്ടി ഒരുപാട് തവണ പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വാർഡിൽ. അവർക്ക് എല്ലാവർക്കും, അതുപോലെ എന്നെ ജയിപ്പിച്ച് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും എന്താ പറയുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സന്തോഷപ്പെടുന്നവർക്ക് എപ്പോഴാണ് ഇതപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അവരെ വിശ്വാസമാണ് എന്നെ ജയിപ്പിച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം ഞാൻ 100% ഞാൻ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവരും രാവിലെ 7 മണി മുതലേ വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബൽക്കീസ് തന്നെയാണ് ജയം. പക്ഷെ എനിക്കൊന്നും പറയാനില്ല, ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പറയാൻ കിട്ടുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്നാലും നമ്മള് ഈ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് രണ്ടാം വാർഡിലെ നമ്മുടെ MV ബൽക്കീസ് ആണ് നമ്മളൊപ്പം ചേർന്നത്. ഇനി അടുത്തൊരു വിജയമെടുത്ത് നമുക്ക് ചേരാം. എന്നാലും നമ്മളിപ്പോൾ പുതിയൊരു റിസൾട്ട് കൂടി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ LDF സ്ഥാനാർത്ഥി ശ്രീ ബഷീറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഒരു ആവേശത്തിലാണ്, പ്രവർത്തകരുടെ ആവേശത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മത്സരം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഈക്വലായിട്ടാണ് ഇപ്പോൾ നഗരസഭയുടെ ബലം പുറത്തു വന്നിടത്തോളം പോകുന്നത്. പക്ഷേ ഈഴവത്തിരുത്തി മേഖലയിൽ നിന്ന് ബലം പുറത്തു വരുന്നതോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 6ാം വാർഡിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പൊന്നാനി നഗരസഭയിൽ നടന്ന UDF ദുർഭരണത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനം 6ാം വാർഡിൽ നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലാകമാനം നടക്കുന്ന ഒരു രാഷ്ട്രീയ തരംഗത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. എത്ര വോട്ടായിരുന്നു ലീഡ് വിജയിച്ചത്? കഴിഞ്ഞ തവണ 7 വോട്ടിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച വാർഡിൽ ഇത്തവണ 198 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ വാർഡിലെ ജനം എനിക്ക് നൽകിയ ഈ വലിയ അംഗീകാരത്തിന് ആ വാർഡിലെ എനിക്ക് വോട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരുമായ മുഴുവൻ ആളുകളോടും വാർഡിൻ്റെ ഒരു പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പം ചേർന്ന വിജയ് 3ാം വാർഡിലെ പത്മാവതിയാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, നമ്മുടെ പപ്പ എന്ന് വിളിക്കുന്ന പത്മാവതിയാണ് നമ്മുടെ 3ാം വാർഡിൽ വിജയിച്ചിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്, ചേർന്നിട്ടുള്ളത്. എങ്ങനെയാണ്, എത്രത്തോളം പ്രതീക്ഷയാണുള്ളത്? പ്രതീക്ഷ ഉണ്ടായിരുന്നു, വിജയിക്കുന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ പഴയ കൗൺസിലർ അവരെല്ലാവരും ഒരുപാട് പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക്, കാരണം ഒരു മാധ്യമ പ്രവർത്തകത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വ്യക്തി കൂടിയാണ് നിസാർ. എല്ലാവരും പ്രതീക്ഷ ഒരു വിജയം തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു? ആദ്യം ദൈവത്തിന് നന്ദി പറയാണ്. അതിലുപരി എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അതിലുപരി എൻ്റെ പാർട്ടി പ്രവർത്തകർ വളരെ ആവേശത്തോടെയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എല്ലാവർക്കും 1000 നന്ദി അർപ്പിക്കുകയാണ്. അതിലുപരി എൻ്റെ വാർഡിൻ്റെ 10 വർഷത്തെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് എൻ്റെ വാർഡിലെ നാട്ടുകാർ, വോട്ടർമാർ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വലിയ ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്. എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവിധ രീതിയിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഈ വാർഡിൽ വികസന പ്രവർത്തനം നടത്താൻ ഞാൻ തയ്യാറാണെന്ന് ഈ സന്തോഷമായി അറിയിക്കുകയാണ്. മാധ്യമപ്രവർത്തനം എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഈ ജനസേവന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും അവരുടെ സപ്പോർട്ട് മേടിക്കാനും എൻ്റെ മാധ്യമപ്രവർത്തന രംഗം എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് ഈ സമയത്ത് വ്യക്തമായാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതിലുപരി എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേജ് TV, ഡണ്ണി, NCV, കേരള വിഷൻ, എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ്. നമ്മുടെ ആവേശം വാനോമുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു മുന്നണികളുടെ ആവേശത്തിന് തിരമാലകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിജയികൾ ഇവിടെ 4 UDF സ്ഥാനാർത്ഥികൾ വിജയികൾ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ 4ാം വാർഡ് അല്ലേ ജയപ്രകാശ്, എങ്ങനെയുണ്ട് ആ ഒരു വിജയം? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജനങ്ങൾ ഒരു അപവാദ പ്രചരണങ്ങളും അവർ സ്വീകരിക്കാതെ അത് നിഷ്കർഷം തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ വികസനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് അതിന് തുടർച്ചയ്ക്ക് വേണ്ടി എന്നെ ജയിപ്പിച്ചു. ജയിപ്പിച്ച എൻ്റെ വോട്ടർമാർക്ക് വളരെയധികം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ സന്ദർഭത്തിൽ UDFന് പ്രതീക്ഷയുണ്ട്. പക്ഷേ CPMന്റെ രാഷ്ട്രീയ നിലപാടുകൾ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് UDFന്റെ കൂടെ നിൽക്കുന്ന ആളുകളെയും വ്യക്തിഹത്യ ചെയ്തും മറ്റുമാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് ജയം. അല്ലാതെ ഇപ്പോഴത്തെ ജയം തന്നെ
സത്യം പറഞ്ഞാൽ രാഷ്ട്രീയപരമായോ വികസനപരമായോ യാതൊന്നും ചെയ്യാൻ ഇന്നലകളിൽ കഴിഞ്ഞിട്ടില്ല, നാളെ അവർക്ക് കഴിയുകയുമില്ല. ആയതുകൊണ്ട് UDF തന്നെ ജനം തെരഞ്ഞെടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം 33-ാം വാർഡിൽ അനുപമ മുരളീധരൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങളുടെ പിന്തുണ UDF ലാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഉറപ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാണ്, ജനങ്ങൾ തീരുമാനിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു വിജയത്തെ കാണുന്നത്? തീർച്ചയായും അത് ജനങ്ങളെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളാണ്. തീർച്ചയായും ജനങ്ങളോട് കൂടി ആലോചിക്കേണ്ടി വരും. അവർ ഇത്തവണ മത്സരിച്ച് സ്വതന്ത്രയായിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും പിന്നീട് പാർട്ടിയും കാര്യവുമൊക്കെ കൂടി ആലോചിച്ചിട്ട് പിന്നീട് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. പാർട്ടിയുമായി കൂടി ആലോചിക്കണം. വാർഡിലെ ജനങ്ങൾ ഒരുപാട് എന്താ പറയുക, പുറത്തൊരു വാർഡിൽ നിന്ന് ചെന്നുന്ന ആളാണെന്നുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ വാർഡിലെ ജനങ്ങൾ സഹായിച്ചു. പ്രവർത്തകരും വാർഡിലെ വോട്ടർമാരോടും കടപ്പാടും നന്ദിയുമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു, തീർച്ചയായും വിജയം പ്രതീക്ഷിച്ചിരുന്നു. അല്ല, ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ആ വാർഡിൽ നടന്ന വികസനങ്ങളെ ഉൾക്കൊണ്ടാൽ അത്രയും പോരാ എന്നൊരു തോന്നലുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കുപ്രചരണങ്ങളൊക്കെ നടന്നിട്ടും ജനങ്ങൾ അതൊക്കെ മറികടന്നു എന്നുള്ളതിൽ തീർച്ച സന്തോഷമുണ്ട്. നമ്മളെ ബാവക്കാൻ്റെ ആ ഒരു നന്ദി, എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് ഞങ്ങളെ ബാവക്കാനെ ഞങ്ങളെ നാട്ടുകാർ ശരിക്കും ഓർമ്മിച്ച് അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് മത്സരേച്ചിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. എൻ്റെ ജനങ്ങൾ എന്നെ നല്ല സ്നേഹിച്ചിട്ടുണ്ട്, ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് അവരൊരു ബുദ്ധിയില്ലാതെ തീർക്കുന്നുള്ളതാണോ ചെയ്യും. ബാവൊക്കെ ചെയ്ത അതേപോലത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇപ്പോൾ പ്രതീക്ഷ ഉണ്ട്. ഇറങ്ങി വരുന്ന അവരെ കൂടെ നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും. 350. അതെ, എൻ്റെ ജനങ്ങൾ എന്നെ രക്ഷിച്ച് എല്ലാ വോട്ടർമാർക്കും നന്ദി പറയണം. ഞാൻ ആ വാർഡിലെ 14-ാം വാർഡ് ബാവക്കാൻ്റെ വാർഡാണ്. ബാവക്ക കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മരിച്ച് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. അപ്പോൾ ആ ഒരു ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ ഒരു വൻ ഭൂരിപക്ഷത്തോടുക്കാണ് ഞാൻ ജയിച്ചത്. അപ്പം എന്തായാലും നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കുഞ്ഞു വിജയിച്ചിരിക്കുകയാണ്. അതിന്റെ ആവേശമാണ്. വർഗീയ ശിഥിലീകരണ ശക്തികൾക്ക് പുഴമ്പ്രത്തിന്റെ ചുവന്ന മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രബുദ്ധ ജനത തെളിയിച്ച സുദിനമാണിത്. മതേതരത്തിൽ വിശ്വസിക്കുന്ന എന്റെ നാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. എങ്ങനെയുണ്ട് LDF പ്രതീക്ഷ പ്രാവശ്യം? ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്, നിറഞ്ഞ പ്രതീക്ഷയുണ്ട്. പൊന്നാനി നഗരസഭയിലെ ഗർജിക്കുന്ന സിംഹം. നമ്മൾ 27-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കാത്തൊരു അട്ടിമറി സംഭവിച്ചൊരു വാർഡാണ് 27-ാം വാർഡിലെ. അതിലുള്ള BJP സ്ഥാനാർത്ഥി ബീന പട്ടത്തൂരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് ഈ വിജയം? പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഈ വാർഡിൽ ഒരു 5 വട്ടമൊക്കെ നടന്നിട്ട് കിട്ടിയതാണ്. പിന്നെ അതല്ല, ആ വാർഡിലത്തെ എല്ലാവർക്കും നമ്മളോടൊരു മതിപ്പ് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ മറ്റുള്ള ഭരണത്തേക്ക് കൂടുതലായിട്ട് നമ്മളിനി ചെയ്യാൻ പറ്റുന്നവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വാർഡിലത്തെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാവർക്കും, അമ്മമാർക്കും അച്ഛന്മാർക്കും, പിന്നെ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി. ആദ്യത്തെ ഫസ്റ്റ് സ്ഥാനാർത്ഥിയായി നിന്നിട്ട് ഇത്രയും ഒരു 26 വോട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അന്നെനിക്ക് ദുഃഖം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങളെ വാർഡ് അത്രയും
ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ വാർഡിൽ നിന്നതുകൊണ്ട് നന്നായിട്ട് അഭിമാനിക്കുന്നുണ്ട്. പറഞ്ഞ എല്ലാ വാക്കുകളും പാലിക്കുന്ന ഉറപ്പല്ലേ? ഓക്കെ ഒക്കെ പാലിക്കും. എന്താ വെച്ചാൽ വീട് മറന്നിട്ടായാലും ഞാൻ ഞങ്ങളുടെ വാർഡിന് വേണ്ടി പ്രവർത്തിക്കും. 5 വർഷം നിങ്ങൾ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നടപ്പിലാക്കി കൊടുക്കും. നമ്മളൊരു വേർവാക്ക് പറയില്ല. ആരോടെ നന്ദി പറയുന്നത്? നമുക്ക് പറയാനുള്ളത് ഞങ്ങളെ എല്ലാ ആദ്യമായിട്ട് പാപ്പേടിനോട് പിന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും. 34-ാം വാർഡിലെ UDF വിജയിയാണ് ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത്. സൈനബ പാലക്കൽ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ പോലെ തന്നെ ഞാൻ വിജയിക്കും ചെയ്തു. ആരോടൊക്കെ നന്ദി പറയാനുള്ളത്? എല്ലാ വാർഡിലത്തെ മുഴുവൻ ആൾക്കാരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ഉമ്മമാരും എല്ലാവരും ഉണ്ട്. എല്ലാവരോടും നന്ദി പറയണ്ട. ഈ വാർഡിലത്തെ മുഴുവൻ ജനങ്ങളോടും നന്ദി പറയാനാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ വിജയം? ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഉറക്കം കിട്ടിയിരുന്നു ഇന്നലെ രാത്രി? ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയാന്ന് വെച്ചാൽ ഇല്ല, എന്താണെന്ന് അറിയില്ലല്ലേ. 13 വോട്ടിന്റെ ഭൂരിപക്ഷമല്ലേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു വോട്ടിനായാലും വിജയിച്ചാൽ മതി, വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര വോട്ടാണ് കിട്ടിയത്? 375 വലിയൊരു മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു കടപ്പാട് വോട്ടർമാരോട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ 5 വർഷക്കാലം ഞാനും എൻ്റെ UDF-ഉം ഈ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് 5 വർഷം ഞങ്ങള് നല്ല ഭംഗിയായി വാർഡിലെ ജനങ്ങളെയും സംരക്ഷിക്കുന്നല്ല വാക്ക് കൊടുക്കുന്ന ജനങ്ങൾക്ക്. സ്ഥാനാർത്ഥിമാരൊക്കെ തിരക്കിലാണ്. ഇപ്പോൾ വളരെ സന്തോഷം. 34-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സൈനബ പാലക്കലായിരുന്നു വിജയിച്ചിട്ടുള്ളത്. അവരായിരുന്നു നമ്മുടെ ഒപ്പം ലൈവായിട്ട് ചേർന്നത്. ഇനി നമുക്ക് മറ്റൊരു വിജയികളുടെ കൂടെയും അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് തത്സമയം കാണാം. എല്ലാവരും കിങ് TV കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ 8-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ശ്യാമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയിലായിരുന്നു, വിജയിക്കുന്നത് നല്ല പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ആരോടൊക്കെയാണ് ഈ ഒരു വോട്ടർമാരോട് മാത്രമാണ് കൂടെ? അല്ല, വോട്ടർമാരോടും എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാ ആളുകളും പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കില്ല. തീർച്ചയായിട്ടും എൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനത് പാലിക്കും. സാധാരണ പരാതി പോലെ 5 വർഷം കഴിഞ്ഞാൽ മാത്രം കാണുന്ന സ്ഥാനാർത്ഥിയാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം. ഇതുപോലെ വിജയിച്ച സ്ഥാനാർത്ഥി പൂർണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് ലൈവായിട്ട് ഹിന്ദി കൂടെ കണ്ടുകൊണ്ടിരിക്കാം. എല്ലാവരും വിശേഷങ്ങളും ബ്ലോക്ക് പ്രസിഡന്റായ TK ശ്രീ മുഖ്യ എതിരാളി അദ്ദേഹത്തിന് വെറും 23 വോട്ട് മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതൽ ഇത് ഇനി
നമ്മുടെ സർവേ പ്രതീക്ഷ പോലെ ഫലം പറഞ്ഞ ആ ഒരു സർവേ റിപ്പോർട്ട് പോലെ തന്നെ LDF ഭരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്നാലും LDF-ന്റെ വാർഡിൽ 16-ാം വാർഡ് അല്ലേ, 16-ാം വാർഡിലെ LDF-ന്റെ വിജയിച്ച ആൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു വിജയം? എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അള്ളാഹിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കുഞ്ഞുക്കാണ് എനിക്ക് ഇതെല്ലാം ഈ നേടിയെടുക്കാനുള്ള എല്ലാ കഴിവും തന്നിട്ടുള്ളത്. ആ നാട്ടിലുള്ള എല്ലാ 16 വാർഡിലുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. 169 വോട്ടിനാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം. ഇനി വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയം, പൊന്നാനിയുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ്, എങ്ങനെയാണ്, ആരായിരിക്കും ചെയർമാൻ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ബാക്കിയായി നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, 24 24 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും 3 CPI-യും ആണ്. ഇങ്ങനെ 30-ഉം അതുപോലെ തന്നെ 3 BJP-ക്കും ഇങ്ങനെ ബാക്കി വരുന്ന UDF എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടകം, ഇതിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള പൊന്നാനി രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ജബ്ബാർക്കാണ് ഇടയ്ക്ക് ജബ്ബാർ വളരെ ആവേശപൂർവ്വം അന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല നേരത്തെ. ഇവിടെ എന്താ പറയുക, നമ്മുടെ പ്രവർത്തകരുടെ ചാടിയും ആടിയും വേറൊരു ജബ്ബാർ എന്ന മുഖമാണ് നമ്മൾ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു, ആവേശത്തിലുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എത്ര വലിയ ഭൂരിപക്ഷം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു കടുത്ത പ്രതികരണമാണ് കിട്ടിയത്. പക്ഷേ പിന്നീട് വരുമ്പോൾ ആ പ്രതികരണം മാറിക്കൊണ്ട് കോസ്റ്റൽ ബെൽറ്റിലേക്ക് വരുമ്പോൾ സെംസ് പോലുള്ള ജനകീയ നേതാക്കന്മാർ ജയിച്ചു വരുമ്പോൾ ആ അടിത്തട്ടിൽ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോൾ കോസ്റ്റൽ ബെൽറ്റിൽ മുഴുവൻ സജിമോഹൻ നാസർ അടക്കമുള്ള സഖാക്കൾ ജയിച്ചു വരികയുണ്ടായത്. ആ ആവേശമാണ് എനിക്കുണ്ടായത്. എന്റെ വിജയമല്ല എനിക്ക് പ്രശ്നം. ഉദാഹരണം പറയുന്നത് BJP പണത്തിന് മുകളിൽ പരണ്ട് പറക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണം 40 നാസർ ജയിച്ച വാർഡ്. അവിടെ പണം കൊണ്ട് കളിയായിരുന്നു. ആ പണത്തിന് മുകളിൽ ഒരു പാവപ്പെട്ട ഒരു വളരെ സാധാരണക്കാരനായ ഒരു പ്രവർത്തകനാണ് അവിടെ ആ വാർഡ് ജയിച്ചത്. അങ്ങനെ ഓരോ വാർഡ് എടുത്താൽ MA അമീദിന്റെ വാർഡ് എടുത്താൽ MA അമീദിന്റെ ജനകീയ അടിത്തറയ്ക്കുള്ള പിന്തുണയാണ് അമീദ് സഖാവിന് കിട്ടിയത്. ആ ജനകീയ അടിത്തറ പിന്തുണ മെച്ചപ്പെട്ടില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് അത് കാണുന്നത്. അതുമാത്രമല്ല, രണ്ടാമത് മൂന്നാമത് എൻ്റെ വിജയം എൻ്റെ വാർഡിലെ ജനങ്ങളോടൊപ്പം നിന്നുള്ള അവരോട് കൂടെ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു വിജയമാണ് എനിക്ക് കിട്ടിയത്. ആ പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തകർക്കും എൻ്റെ വാർഡിനും ഇതിൻ്റെ വിജയം ഞാൻ സമർപ്പിക്കുകയാണ്. അവരോട് കൂടെ നിങ്ങൾ പറഞ്ഞ സർവേ റിപ്പോർട്ടിൽ കറക്റ്റ് വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് കിങ് TV ഇങ്ങനെ ഒരു സർവേ നടത്തിയപ്പോൾ ആ കിങ് TVന്റെ സർവേ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എടുത്ത സർവേ അല്ല, ഇത് ജനകീയമായിട്ട് എടുത്ത സർവേയാണ്. ആ ജനകീയമായി എടുത്ത സർവേ വളരെ പറഞ്ഞ ആ സീറ്റ് 28 സീറ്റ് LDF-ന് കിട്ടും. അത് 28 സീറ്റ് LDF-ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ജനകീയമായിട്ട് ഒരു ചാനൽ നടത്തിയ സർവേയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ജയിക്കുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് കിങ് TV ആണ്. ആ കിങ് TV-നോട് വളരെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നോക്കുമ്പോൾ 28 സീറ്റാണ്, 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് 30 വരുന്നില്ലേ? 30 വരും. രാഷ്ട്രീയ ചർച്ചകൾ പൊന്നാനിയിൽ മൊത്തം ഒറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച നടത്ത ചെയർമാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ CPI-യും CPM-ഉം തമ്മിലുള്ള ബന്ധങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട്, അതായത് LDF ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് തന്നെ അഡ്വക്കേറ്റ് കലിമുദ്ദീനാണ് LDF-ന്റെ കൺവീനർ. അദ്ദേഹത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് പോകും. ബാബുവിന്റെ കീഴിൽ ചെയർമാൻ, ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും LDF-ന്റെ മുനിസിപ്പൽ ചെയർമാനുമായ ബാബുവിന്റെയും മറ്റേ അഡ്വക്കേറ്റ് കലിമുദ്ദീന്റെ നേതൃത്വത്തിൽ LDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരു പ്രചരണം അതിനകത്ത് വേണ്ട. ഞങ്ങളുണ്ടായ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കോലാഹലങ്ങളും ഈ ഭരണത്തിൽ ഉണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ, ഈ പൊന്നാനിയിലെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഞങ്ങൾ നിർവഹിക്കും. നല്ല ഭരണം 5 വർഷക്കാലം നല്ല ഭരണം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു ഭരണമായി മാറും. അഴിമതി ആര് കാട്ടിയാലും ഈ ഭരണത്തിൽ 48 കൗൺസിലർമാർ ആര് കാട്ടിയാലും അവരെ ഈ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന ഒരു നടപടി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവും. അതുമാത്രമല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ കൗൺസിൽ രംഗത്തുണ്ടായ അഴിമതിയെ കുറിച്ച് ഞങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തും ഞങ്ങൾ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലൈറ്റിന്റെ കാര്യത്തിൽ മറ്റെല്ലാ കാര്യത്തിലും അവർ നടത്തിയ അഴിമതിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം ഞങ്ങൾ നടത്തും. വളരെ സന്തോഷം ജബ്ബാർക്ക. അപ്പോൾ എന്തായാലും ഇനിയുള്ള പ്രവർത്തനങ്ങൾ കാണാം. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം എന്നാണ് 47-ാം വാർഡിലെ വളരെയധികം UDF മൊത്തവും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗവും കൂട്ടിപ്പിടിച്ചിട്ട് പോലും ഞങ്ങൾ വളരെ വ്യക്തമായ നല്ല തിളക്കമാർന്ന ഒരു വിജയം, ഏകദേശം 103ഓളം വോട്ടിന് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നുള്ളത് മുക്കാടിയുടെ അഭിമാനം കാത്തു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരട്ടി മധുരമായില്ലേ? നിങ്ങൾ ജയിക്കും ചെയ്ത് അതോടൊപ്പം തന്നെ LDF ഭരണത്തിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം UDF-ന്റെ ഭരണം നമുക്കറിയാം. 50-ാം വാർഡിൽ ചെയർപേഴ്സൺ അടക്കം
വളരെ മോശമായ ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൊട്ടം നഗരസഭയിൽ LDF തിളക്കമാർന്ന വിജയം. ഇനി നല്ലൊരു ഭരണം LDF ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ഉറപ്പുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വിജയം? ഉറപ്പായില്ലേ? ഒരു കുഴപ്പമില്ലാത്ത വിജയം. നമ്മള് UDF നിന്ന് നമ്മളെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റിയതിൽ ഞങ്ങൾ പാർട്ടിയുടെ ഉറച്ച വാർഡായതുകൊണ്ട് തന്നെ നിലനിർത്തി. ഇത്രയും കാലം ഞങ്ങൾക്ക് ആ വാർഡ് ഞങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. ആ ഒരു നിലനിർത്തലാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ആ നേട്ടം തന്നെയാണ് ഞങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തില്ല. അത് ഇനിയും മുന്നോട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ 20-ാം വാർഡിലെ വിജയ് നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ അവിടുത്തെ മുൻ കൗൺസിലർ ലത്തീഫ് കെയും കൂടെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ മറികടന്നിട്ടാണ് അവിടെ വിജയിച്ചത്? സ്ഥാനാർത്ഥി ആദ്യം പറ. തീർച്ചയായും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നില്ല. തീർത്തും തന്നെയാണെങ്കിലും ശരി, ലത്തീഫ് ആണെങ്കിലും ശരി, ഒരു തരത്തിൽ നടക്കാത്തൊരു പിരിവിന്റെ പേരിൽ പോലും ലത്തീഫ് ഒരു മോശമായി താറടിക്കുന്ന രീതിയിലാണ് നമ്മുടെ എതിർകക്ഷികൾ ആരോപണം ഉന്നയിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തി ജീവിതം, വിദ്യാഭ്യാസം, എന്റെ പ്രായം എന്ന രീതിയിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അല്ലാണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആശയ സംഘടനകളായിരുന്നില്ല. അപ്പൊ അതിനെല്ലാം മാറ്റിവെച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് അമ്മമാരുണ്ട്. അതിലൊരിക്കലും ഒരു ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് എന്നെ ചേച്ചിയെ കണ്ട ചെറിയ കുട്ടികളുണ്ട്. അവർ വീട്ടിൽ പോയി പറഞ്ഞിട്ടാണ്, ഒരുപാട് പേര് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് വോട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു തരത്തിലുള്ള പ്രായത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെ ഒരു വ്യത്യാസമില്ലാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് എന്റെ വാർഡിലെ ജനങ്ങൾ. അവരുടെ ഒപ്പം ഈ 5 വർഷം 5 വർഷത്തിന് ശേഷം അവരുടെ കൂടെ ഉണ്ടാവുന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. 3 സന്തോഷങ്ങളുണ്ട് ലത്തീഫുള്ളത്. ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ LDF ഭരണത്തിലേക്ക് വന്നു ജയിച്ച്. രണ്ടാമത് അവിടെ വൻ വിജയം 200-something വോട്ടിന് വിജയിച്ച്. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ ഒരു മാസം കൂടി, അതായത് വെഡിങ് കാര്യത്തിൽ കുറച്ച് ദിവസമായിട്ടുള്ളൂ, 2-3 ദിവസമായിട്ടുള്ളൂ കറക്റ്റ്. എല്ലാം കൂടി ഒരുമിച്ച് വന്നു പോകുന്നു അല്ലേ? തീർച്ചയായും ഞങ്ങൾ എൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറി ഒരിക്കലും ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ മാസത്തിൽ തന്നെ ഒരു ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഭാഗ്യമാസമാണ് നവംബർ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം കഴിഞ്ഞ നവംബറിൽ ഞങ്ങളുടെ വിവാഹമായിരുന്നു. ഈ നവംബറിൽ ഇങ്ങനെ ഒരു ഇലക്ഷന്റെ നേരിടുന്നത് അപ്പൊ തീർത്തും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ആഘോഷമാണ്. അപ്പോൾ അവർ LDF ഭരണത്തിലേക്ക് ആയി, ഒരു സംശയവുമില്ല. ഇതിന്റെ ലിസ്റ്റൊക്കെ 29 LDF സ്ഥാനാർത്ഥികളും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും 17 UDF സ്ഥാനാർത്ഥികളും 3 BJP ആണ്. ഇങ്ങനെയാണ് മുനിസിപ്പാലിറ്റി 51 വാർഡുകളിലെ നില. നമ്മൾ പ്രതീക്ഷയിൽ കുറച്ച് മാറ്റണമെങ്കിൽ കൂടി ഏകദേശം LDF ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പറഞ്ഞ സർവേയുടെ റിപ്പോർട്ടിലെ ഒരു 80% ശരിയായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയങ്ങളെ കണ്ടുവന്നത്. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തതും ഒരുപാട് ആളുകൾ അതിനെ എതിർക്കുമുണ്ടായിരുന്നു. എന്നാൽ കൂടി നമ്മൾ ആ ജനങ്ങളോടൊപ്പം എന്നും കിങ് TV എന്നും ജനങ്ങളോടൊപ്പം തന്നെയാണ് എന്നുള്ളതിന് ഏറ്റവും ഒരു തെളിവാണ് ഈ ഒരു സർവേ റിപ്പോർട്ടും ഈ ഒരു ഇപ്പോൾ കണ്ട ഈ ഒരു റിസൾട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ ആവേശം തലതല്ലടിക്കുകയാണ്. ഞാനിപ്പോൾ നടക്കുന്നതിൻ്റെ ജാഥയുടെ 2 ജാഥയുടെ സെൻട്രലായിട്ടാണ്. അതായത് 70 മേഖലയിലേക്ക് പോകുന്ന ഒരു സ്ഥാനാർത്ഥികൾ ജയിച്ച ഇവിടെ ഒരു ജാഥയും, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ടൗൺ ഏരിയയിലേക്ക് ജയിച്ച സ്ഥാനാർത്ഥികളുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ പ്രകടനമാണ്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ പ്രതീക്ഷിച്ചിരുന്നോ? സന്തോഷം, വളരെയധികം സന്തോഷം. നല്ല പ്രതീക്ഷ. പിന്നെ
അതൊക്കെ അവർ തീരുമാനിക്കും. അവിടെ ചിലവും ഇപ്പൊ എന്തായാലും ഇനിയുള്ള ചർച്ചകൾ ഇവരെല്ലാരും കൂടി ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. കറക്റ്റ് 2 മണിക്ക്. അതിന് ശേഷമായിരിക്കും ഭാവി ചർച്ചകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനിയുള്ള ദിവസങ്ങൾ പൊന്നാനി നഗരസഭയിൽ രാഷ്ട്രീയ ചർച്ചകളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും ഇപ്പോൾ പറയാനാവില്ല. ഒരു കാര്യം ഉറപ്പാണ്, LDF ഭരണത്തിൽ വരും. അതിന് യാതൊരു സംശയവും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പ്രകടനം ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ലൈവായിട്ട് കിങ് ടിവിന് എത്തിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ജനവിധി 2015 റോഡ് ഷോവിനനുബന്ധിച്ചുണ്ടായ ഈ ലൈവ് തത്സമയ റിസൾട്ടും നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി ആവേശങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രവർത്തകരുടെ ആവേശവും അതിൻ്റെ ഫ്രണ്ടിലും പ്രവർത്തകരുടെ ആവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.